പ്രിയപ്പെട്ടവരെ, മലപ്പുറത്ത് നിന്ന് വീണ്ടും ആക്സിഡന്റിന്റെ വാർത്ത. മലപ്പുറം വെളിയങ്കോട് വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു, മറ്റു കുട്ടികൾ സുരക്ഷിതരാണ്. വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ബസ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അഷ്കർ അലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, എന്താ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത്. മലപ്പുറത്ത് നിന്നുള്ള തന്നെ മലപ്പുറം മൊറയൂർ ഒഴുകൂർ സ്വദേശികളായ മദ്രസ വിദ്യാർത്ഥികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അവിടെ പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾ മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്നു. വിനോദയാത്ര പോയി മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ നാടെത്തുന്നതിന്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. വെളിയങ്കോട് ഫ്ലൈ ഓവറിന് മുകളിൽ വെച്ചാണ് അപകടം. ഈ ബസ്സിന്റെ ഒരു ഭാഗം പാലത്തിന്റെ സൈഡിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പോസ്റ്റ് ഇടിച്ചതോടെ തന്നെ ഏറെ ദൂരം ഈ പോസ്റ്റിന്റെ പിറക് വശം വരെ ഇത്തരത്തിൽ പോസ്റ്റിൽ ഉരസി തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ ഏറ്റവും പിറക് സീറ്റിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അതിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഒരു വിദ്യാർത്ഥി അവിടെ വെച്ച് തന്നെ കുട്ടിയുടെ തല നേരെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിക്കുന്ന സാഹചര്യമുണ്ടായി, തല പിളരുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. വലിയ തോതിൽ രക്തമൊക്കെ ആ ഭാഗത്ത് തന്നെ തളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മറ്റ് രണ്ടാമതൊരു പെൺകുട്ടി കൂടി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടനെ ആ ബസ്സിൽ തന്നെ പരിക്കേറ്റ വിദ്യാർത്ഥി കുറ്റിപ്പുറം ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മരിച്ച വിദ്യാർത്ഥി മലപ്പുറം മൊറയൂർ അർഫാർ നഗർ സ്വദേശി മുജീബ് റഹ്മാൻ ബാക്കിയുടെ മകൾ ഫാത്തിമ ഹിബ എന്ന 17 വയസ്സുകാരിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. വലിയ സന്തോഷത്തോടു കൂടി ഒരു വിനോദയാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചതാണ് നമ്മുടെ ഫാത്തിമ. തിരിച്ചു വന്നപ്പോൾ ആ കുഞ്ഞു മാത്രം ആ സംഘത്തിലില്ല. അതും വീട്ടിലെത്തുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് വാഹനം ഈ പോസ്റ്റിൽ ഇടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന നിലയിലാണ്. വല്ലാത്ത വിഷമമുള്ള ഒരു കാര്യമാണല്ലേ. ആ കുഞ്ഞിൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും.